മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലല്ല യഖ്ളത്തിൽ തന്നെ കാണാൻ കഴിയുമെന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താവും ഹദീസ് പണ്ഡിതനുമായ ഷാ വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ അഭിമാനിക്കാവുന്ന ഒരു പേരാണ് ഷാ വലിയുള്ള അഹ്മദ് ഷാ വലിയുല്ലാഹി ബിനു അബ്ദുൽ ഹയ്യ് അദ്ദഹ്ലവി എന്ന പേരായ വലിയ മനുഷ്യൻ. മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, കാണൽ ഉറക്കത്തിലായാലും ദ്വാരക്കത്തില് ഉറക്കത്ത് കാക്കണ്ടെന്നാണ്. ഉണർച്ചയിൽ കാണാൻ തന്നെ ദ്വാരക്കാം. കാരണം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെ തന്നെ കാണാം, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. മദീനയിലെ അനുഭവങ്ങൾ എന്ന പേരിൽ സമദാനി പരിഭാഷപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഞാൻ ഈ പറയുന്ന സംഭവമുണ്ട്. അപ്പോ അദ്ദേഹം പറയാണ്, ഞാൻ ഒരിക്കൽ റൗള ഷരീഫ് സിയാറത്ത് കഴിഞ്ഞ് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നിലത്ത് തട്ടാതെ ഇങ്ങനെ എൻ്റെ അടുക്കലേക്ക് ഒരാൾ ഇങ്ങനെ നടന്നു വന്ന് ഒരു പുതപ്പ് ഇങ്ങനെ പുതച്ചിട്ട് അതോടുകൂടെയാണ് വരുന്നത്. അങ്ങനെ വന്നിട്ട് അതിലേക്ക് ഇങ്ങനെ എന്നെ അണഞ്ഞു കൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു, ഷാ, നിങ്ങൾക്ക് എന്നെ എപ്പോൾ കാണണമെന്ന് തോന്നിയാലും നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ ആശ്ലേഷിക്കുകയും കെട്ടിപ്പിടിക്കുകയും യാത്രയാവുകയും ചെയ്തു എന്ന് മഹാനവറുകൾ പറഞ്ഞു. ആ സ്വലാത്ത് ഏതാന്ന് പറഞ്ഞിട്ടില്ല. ഇതെന്താ വെച്ചാല് നമ്മൾ എപ്പോഴും എളുപ്പവഴി നോക്കുന്നതുകൊണ്ടാണ് പലതും കിട്ടാതെ പോണത്. അതായത് സ്നേഹം രണ്ടു തരത്തിലുണ്ട് എന്നാണ്. ഒന്ന് മസ്തിഷ്ക ബന്ധിതമായ സ്നേഹമുണ്ട്, ഒന്ന് ഹൃദയബന്ധിതമായ സ്നേഹമുണ്ട്. തലകൊണ്ട് ആലോചിച്ചാൽ കിട്ടുന്ന സ്നേഹമുണ്ട്, തലകൊണ്ട് ആലോചിച്ചാൽ കിട്ടാത്ത സ്നേഹമുണ്ട്. ആലോചിച്ചാൽ കിട്ടണ സ്നേഹം ആദ്യം വന്നിട്ട് പിന്നെയാണ് ആലോചിച്ചാൽ കിട്ടാത്ത സ്നേഹം വരുള്ളൂ. അപ്പൊ ആദ്യം വരേണ്ടത് തലന്റെ സ്നേഹം തന്നെയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ആ വിഷയങ്ങൾക്കൊക്കെ മനസ്സിലാവും. ഒരാള് ഒരു തീരുമാനം എടുത്തു, എന്തെങ്കിലും ഒരു തീരുമാനം, ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു. അപ്പോ അയാളിങ്ങനെ ആലോചിച്ച്, ഞാൻ ഇപ്പൊ എന്ത് വിഷയം എഴുതേണ്ടത്? അപ്പൊ അയാൾക്ക് ഇങ്ങനെ തോന്നി, ഇന്നിപ്പോ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കാൻ പറ്റിയ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി എഴുതിയ പുസ്തകങ്ങളാണ്. അതൊരു ഇബാദത്ത് ആവും ചെയ്യും, ഒരു നല്ല കാര്യമാണ്, അതോടൊപ്പം ബുക്ക് ചെലവാവും ചെയ്യുമല്ലോ. അപ്പൊ എന്നാല് ഞാൻ ആദ്യം എഴുതണ വിഷയം അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാവട്ടെ എന്ന് തീരുമാനിച്ചാൽ തീരുമാനത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഐഡിയ തല പറഞ്ഞു കൊടുത്താണ്. വേറൊരാള് ഒരു ബുക്ക് എഴുതാൻ തീരുമാനിച്ചു. കച്ചവടമൊന്നും അങ്ങനെ ലക്ഷ്യമൊന്നുമല്ല, എഴുതണം എന്തായാലും. ആ എഴുത്ത് എന്താ വേണ്ടത്? ഞാൻ ആദ്യമായിട്ടൊരു സംഗതി എഴുതല്ലേ, ചെലവാകട്ടെ ചെലവാകാതിരിക്കട്ടെ, അത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയിട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചാൽ ആ ഐഡിയ അവന്റെ ഹൃദയം അവനോട് പറഞ്ഞു കൊടുത്തതാണ്. ഇനി വേറെ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു റൗള ഷരീഫിന്റെ അടുത്ത് വന്ന് നമ്മളൊക്കെ കേട്ടൊരു കഥയാണ്. ചെന്നിട്ടൊരു ബൈത്ത് അക്റമൽ ഖുറമാലതാബികും ഉമറൽ ഫഖീറൽ മുർതജീലി ജനാബികും യർജുൽ തആലൽ ബുകാഇ ബിബാബികും വദ്ദമു മിൻ ഐനൈഹി സഹല സജീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. റൗള ഷരീഫിന്റെ വാതിൽ തുറന്നു. ഈ ബൈത്ത്, ഈ ആക്രമ ബൈത്ത് നമ്മളെ സബീനന്റെ വക്കത്തുണ്ട്. ഒന്ന് ഹജ്ജിനോ ഉംറക്കോ പോകുമ്പോ ഒന്ന് എഴുതിയെടുത്ത് പോവുക, 100 വട്ടം ചൊല്ലിയാലും തുറക്കൂല. എന്താ കാരണം? ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഇത് ചെല്ലിയപ്പോ തുറന്നിട്ടുണ്ട്, എന്നാ പിന്നെ അതൊന്ന് ചെല്ലി നോക്കാന്ന് ആര് പറഞ്ഞതാ? തല പറഞ്ഞതാണ് ഈ പരിപാടി. അതുകൊണ്ടാണ് തുറക്കാത്തത്. അത് നമ്മളെ മനസ്സ് പറഞ്ഞു തന്നിട്ടാണ്ട് ചെല്ലിയാല് ഞമ്മക്കും തുറക്കും, എല്ലാവർക്കും തുറക്കും. ആഗ്രഹമാണ് ഏറ്റവും പ്രധാനം. ആഗ്രഹിച്ചവർക്കൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് എത്രത്തോളം ആഗ്രഹിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ്. വലിയ വലിയ ആൾക്കാർ വലിയ വലിയ ആഗ്രഹം ഉണ്ടായി അതൊക്കെ നടക്കും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു, റിഫായി ശൈഖിന്റെ ആണ്ട് വരാൻ പോവുകയാണ്. അള്ളാഹു അവരെ കൂടെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ.
റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു റൗള ഷരീഫിന്റെ അടുത്ത് ഇങ്ങനെ ചെന്നു. അവിടെ അങ്ങനെ ചെന്ന് നിന്നപ്പോ അന്ന് റൗള ഷരീഫ് ഇന്നത്തെ മാതിരി പൂട്ടണ കാലഘട്ടമൊന്നും ആയിട്ടില്ല. അപ്പൊ അങ്ങനെ ചെന്നപ്പോ മൂപ്പർക്കും തോന്നിയത് വാതില് തുറന്ന തരക്കടില്ല എന്നല്ല, അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം റൗളയിൽ നിന്നൊന്ന് കൈനീട്ടി തന്നാൽ എനിക്ക് മുത്താമല്ലോ. അപ്പൊ ഒരു പാട്ട് പാടി, ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുന്തുർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദു യദൈക ലികൈ തുഫ്ലാ ബിഹാ ശഫതീ. പൊന്നാര നബിയെ, വിദൂരമായ രാജ്യത്ത് നിന്ന് സാധുവായ ഈ അഹമ്മദ് ഇവന്റെ ആത്മാവിനെ എന്നും ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ട് നബിയേ. ഇവിടെ വന്ന് ഇവിടത്തെ മണൽ തരികളെ മുത്തി മണത്ത് തിരിച്ചു വന്ന് എന്നോടെന്നും ഇവിടത്തെ വിശേഷണങ്ങൾ പറഞ്ഞു തരാറുണ്ട് നബിയേ. ഇന്ന് സാധുവായ അഹമ്മദിദ ശരീരത്തോടുകൂടെ ഇവിടെ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ കൈയൊന്ന് നീട്ടിത്തന്നാൽ എനിക്ക് മുത്താമല്ലോ. നീട്ടിക്കൊടുത്തു. നമ്മളെ സബീനയിലുള്ള റിഫായി മൗലിദിൽ ഈ ബൈത്തുണ്ട്, ഈ കഥയുണ്ട്. നമ്മളെ വരയിലുള്ള റിഫായി മൗലിദിന്റെ ഏടില് ഈ പറയപ്പെട്ട ബൈത്തുണ്ട്, ഈ കഥയുണ്ട്. ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു മുത്തിയിട്ടുണ്ട്. ആഗ്രഹമാണ് അതിലേക്ക് എത്തിക്കുക. ആഗ്രഹത്തിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. മുഅ്മിനായ ഒരു മനുഷ്യന്റെ ആഗ്രഹത്തിലേക്ക് അവനെത്തും. ഏത് കാര്യമാണെങ്കിലും അങ്ങനെയാണ്. അതുകൊണ്ട് ആദ്യം ശക്തമായി ആഗ്രഹിക്കാൻ കഴിയുക എന്നതു തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. ഞാൻ കലിമ ചൊല്ലിയിട്ടേ മരിക്കുള്ളൂ എന്നൊരാൾ തീരുമാനിച്ചാൽ അയാൾ കലിമ ചൊല്ലിയിട്ടേ മരിക്കുള്ളൂ. ഞാൻ റൗള ഷരീഫിൽ പോയിട്ടേ അടങ്ങുള്ളൂ എന്നൊരാൾ തീരുമാനിച്ചാൽ അയാൾ റൗളയിലെത്തിയിട്ടേ അടങ്ങുള്ളൂ. ഒരു മനുഷ്യൻ ഏതൊരു കാര്യത്തിനും അതിശക്തമായ തീരുമാനമെടുത്താൽ ഈ പ്രപഞ്ചം ആകമാനം അതിനു വേണ്ടി അവൻ ആ കാര്യം സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുമെന്നാണ്. ഇത് നല്ല കാര്യത്തിനും അങ്ങനെ തന്നെയാണ്, ആകാത്ത കാര്യത്തിനും അങ്ങനെ തന്നെയാണ്. ഒരാളെ കൊല്ലണം തീരുമാനിച്ചു, കൊന്നിട്ടേ അടങ്ങുള്ളൂ എന്ന് തീരുമാനിച്ചാൽ അതിന് കൊല്ലാനുള്ള എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും അയാൾക്ക്. ഏതൊരു കാര്യവും ഒരാള് അതിശക്തമായ തീരുമാനം എടുത്താൽ ആ വിഷയം നടന്നിരിക്കും. ഈ ദുനിയാവ് മൊത്തം ഒരു മനുഷ്യന്റെ ശക്തമായ ആഗ്രഹത്തെ നടത്തി കൊടുക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുമെന്നാണ് സൈക്കോളജിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിട്ടിയിട്ടേ അടങ്ങുള്ളൂ എന്ന് ഒരാളാണ് തീരുമാനിച്ചാൽ ഓൻ എന്തായാലും കിട്ടിയിരിക്കുമെന്നതാണ്. അതുകൊണ്ട് അതിശക്തമായി ആഗ്രഹിക്കാൻ കഴിയണം. ആഗ്രഹിച്ച എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ആഗ്രഹിച്ച ഒരാൾക്കും കിട്ടാതിരുന്നിട്ടില്ല, അതുകൊണ്ട് കിട്ടും. പിന്നെ ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രത്യേകത, നമ്മൾ അങ്ങോട്ട് കുറച്ച് ആഗ്രഹിച്ചാൽ നബിതങ്ങൾ നമ്മളെ ഇങ്ങോട്ട് കൂടുതൽ ആഗ്രഹിക്കും എന്നുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഹരീസുൻ അലൈക്കും, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെക്കാൾ അത്യാഗ്രഹമാണ്. സാലിം ഫൈസി രക്ഷപ്പെടണമെന്ന് സാലിം ഫൈസിക്കുള്ളതിനേക്കാൾ ആഗ്രഹമുള്ള ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫായ നബി തങ്ങളെ ഒന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ എന്നെ കാണണമെന്ന് അതിനേക്കാൾ ആഗ്രഹിക്കുന്ന ആളാണ് ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ മേൽ നിങ്ങളെക്കാൾ ആഗ്രഹമാണ് ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനെ ആഗ്രഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആഗ്രഹമുള്ളതിലേക്ക് എത്തിക്കും, ആഗ്രഹമുള്ളതിലേക്ക് എത്തിക്കും. നമ്മളിങ്ങനെ പറഞ്ഞിപ്പോ എന്തായിച്ചാലേ ഇഷ്ക് എന്ന് പറഞ്ഞാല് സുന്നത്തുകൾ അധികരിപ്പിക്കലാണ് എന്നായിട്ടുണ്ട്. സുന്നത്ത് അധികരിപ്പിക്കണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ, വേണ്ട തന്നെയാണ്. സുന്നത്ത് അധികരിപ്പിക്കണം എന്ന് വയലും പറയേണ്ടത് തന്നെയാണ്, അതും വേണ്ടതാണ്. എല്ലാവരും ഇഷ്ടം പോലെ സുന്നത്തുകളൊക്കെ എടുക്കണം. ഇഷ്ക് സുന്നത്ത് എടുക്കണതിന്റെ മേലെയാണ്, താഴല്ല.
ഇഷ്ക് എന്ന് പറഞ്ഞാല് ഒരാൾക്ക് മുസ്തഫ നബി തങ്ങളോട് ഇഷ്ക് ഉണ്ടായ എന്തൊക്കെ ഓൻ ചെയ്യേണ്ടത്? കുറെ സുന്നത്തെടുക്കുക വേണ്ടത്, അത് ഇഷ്കില്ലാതെയും വേണ്ട തന്നെയാണ്. ഇഷ്ക് ഉണ്ടായ എന്താ വേണ്ടതെന്ന് ചോദിച്ചാല് അത് ഇഷ്ക് ഉള്ളോൻ തീരുമാനിക്കുന്നതാണ് വേണ്ടത് എന്നാണ്. വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല എന്നാണ്. ഒരാള് വേറൊരാളെ സ്നേഹിച്ചാൽ എന്തൊക്കെ വേണ്ടതെന്ന് അത് ഓനെന്നെ അറിയുള്ളൂ, സ്നേഹിച്ചോനെ അറിയുള്ളൂ എന്തൊക്കെ വേണ്ടതെന്ന് വേറൊരാൾക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആശിഖീങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. ഇഷ്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞു കൊടുക്കാനേ കഴിയുള്ളൂ, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല.